പാർട്ടി പുനഃസംഘടനയെ ചൊല്ലി കോൺഗ്രസിൽ തർക്കം മുറുകുന്നു. പദവി ഒഴിയില്ലെന്ന നിലപാടിൽ KPCC പ്രസിഡന്റ് K. സുധാകരൻ. സമ്പൂർണ്ണ പുനഃസംഘടന വേണമെന്ന നിലപാടിൽ ഒരു വിഭാഗം നേതാക്കൾ തർക്കം പരിഹരിക്കാൻ കേരളത്തിലെ നേതാക്കളുമായി ഹൈക്കമാൻഡ് കൂടിയാലോചന ആരംഭിച്ചു. K. സുധാകരനെ അടക്കം മാറ്റി KPCCയിൽ സമ്പൂർണ്ണ അഴിച്ചുപണിയാണ് സതീശൻ അടക്കമുള്ളവരുടെ താൽപര്യം. AICC സെക്രട്ടറിമാരായ വിശ്വനാഥ പെരുമാളും PV മോഹനനും AICCക്ക് നൽകിയ റിപ്പോർട്ടിലെയും സൂചനകൾ ഇതുതന്നെയാണ്. പക്ഷേ സുധാകരനെ അനുനയിപ്പിക്കുക അത്ര എളുപ്പമല്ല. പ്രസിഡന്റ് മാറുന്ന പ്രശ്നമില്ലെന്നാണ് സുധാകരനെ അനുകൂലിക്കുന്നവരുടെ നിലപാട്. സ്വമേധയാ പദവി ഒഴിയണമെന്ന ഹൈക്കമാൻഡ് പ്രതിനിധികളുടെ ആവശ്യത്തിനും സുധാകരൻ വഴങ്ങിയിട്ടില്ല. അത് ഈടുന്നല്ലോ തീരുമാനിക്കുന്നത്, അതിന് വേറെ ബോഡിയുണ്ട്, അവിടെ ചർച്ച ചെയ്യും, എന്നിട്ടേ തീരുമാനിക്കുള്ളൂ. അത് നിങ്ങൾ അറിയൂ കേട്ടോ. അങ്ങനെ വാർത്ത എവിടെയും പ്രചരിച്ചിട്ടില്ല. നിങ്ങൾ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്, അതങ്ങ് മാറ്റിയാൽ സുധാകരൻ എന്തും ചെയ്യുമെന്ന പ്രതിസന്ധിയും പാർട്ടിക്ക് മുന്നിലുണ്ട്. ഇതിനെല്ലാം അപ്പുറത്തെ പ്രധാന പ്രശ്നം സുധാകരൻ മാറിയാൽ പകരം ആരെന്ന ചോദ്യമാണ്. എല്ലാവർക്കും പൂർണ്ണ യോജിപ്പുള്ള ഒരു പേരിലെത്തുക എന്നത് പ്രയാസമാണ്. കൂടാതെ KPCCയിൽ സജീവമല്ലാത്ത പകുതിയിലധികം നേതാക്കളെയും മാറ്റേണ്ടി വരും. DCC അധ്യക്ഷന്മാരിൽ എറണാകുളം, മലപ്പുറം, കണ്ണൂർ ഒഴികെ മറ്റെല്ലാ പേരെയും മാറ്റേണ്ടി വരും. ഇതാണ് AICC സെക്രട്ടറിമാരായ വിശ്വനാഥ പെരുമാളും PV മോഹനനും AICCക്ക് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത്. ഡിസംബറിൽ തന്നെ KPCC പുനഃസംഘടന പൂർത്തിയാക്കാനാണ് AICCയുടെ ശ്രമം. ഇക്കാര്യത്തിൽ സമവായമുണ്ടാക്കുകയാണ് നേരിടുന്ന വലിയ വെല്ലുവിളി. ഒഴിവാക്കപ്പെടുന്നവർ സ്വാഭാവികമായും ഇടയും. തങ്ങളുടെ പ്രതിനിധികളെ തഴഞ്ഞാൽ ഗ്രൂപ്പുകളും പ്രതിഷേധവുമായി രംഗത്തെത്തും. ഇത് മറികടക്കാനുള്ള തന്ത്രമാണ് നേതൃത്വം ആലോചിക്കുന്നത്. തർക്കം പരിഹരിക്കാൻ കേരളത്തിലെ നേതാക്കളുമായി ഹൈക്കമാൻഡ് കൂടിയാലോചന ആരംഭിച്ചിട്ടുണ്ട്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.